പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ സഹോദരിമാർ പീഡനത്തിനിരയായി. സംഭവത്തിൽ അമ്മയുടെ ആൺസുഹൃത്ത് അയ്യമ്പുഴ സ്വദേശി ധനേഷ് പോലീസിന്റെ പിടിയിലായി. 10ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികളാണ് പീഡനത്തിന് ഇരയായത്. പീഡന വിവരം കുട്ടികൾ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നാൽ സംഭവം അറിഞ്ഞിട്ടും അമ്മ മറച്ചുവെക്കുകയായിരുന്നു. തുടർന്ന് കുട്ടികൾ സുഹൃത്തുക്കൾക്കയച്ച കത്തിലൂടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. പെൺകുട്ടികളുടെ പിതാവ് മരിച്ചുപോയതാണ്. കുട്ടികളുടെ രോഗിയായ പിതാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനു വേണ്ടി ടാക്സി ഡ്രൈവറായ പ്രതിയെ ഓട്ടം വിളിച്ചിരുന്നു. ഈ പരിചയം മുതലെടുത്താണ് ഇയാൾ കുട്ടികളുടെ മാതാവുമായി സൗഹൃദത്തിലായത്. കുട്ടികളുടെ പിതാവ് മരിച്ചതോടെ ഇയാൾ ഇവരുടെ വീട്ടിലെ നിത്യസന്ദർശകനായി മാറി. ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു കൂടുതൽ സന്ദർശനം. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്ന് പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യ പറഞ്ഞു. രണ്ട് കുട്ടികൾ സഹോദരിയാണ്. 12 and 10 വയസ്സുണ്ട്. എൽഡർ പെൺകുട്ടി 6th ക്ലാസ് പഠിക്കുന്നു. യങ്ങർ പെൺകുട്ടി 4th ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ട് വേറെ വേറെ സ്കൂളാണ്. രണ്ട് സഹോദരിയാണ്. We got the information that this elder penkuti wrote a letter to her friend that her father, actually not a father, he is their real father, അച്ഛൻ 3 വർഷം മുമ്പ് മരിച്ചു. So mother is staying with one person named Danesh Kumar. So Danesh Kumar living together with mother is asking this elder sister to bring one more friend to their house. So this elder Penkuti wrote a letter saying that my father wants you to come to my house. So this letter was seen by another friend whose mother is their teacher in the school. Then they informed us about this incident, and we went to the school, recorded statement of the elder girl, and based on the statement we have arrested the accused Danesh Kumar, 38 വയസ്സുണ്ട്. അയ്യമ്പുഴ നേറ്റീവ്, ജോലി ഡ്രൈവർ ആയിരുന്നു. So further investigation is ongoing, and this is the information so far we can provide. We are investigating the role of mother. As of now we cannot conclude anything. Last 2 years is continuing? Yes. As per the statements, this incident happened multiple times last year. Confess ചെയ്തിട്ടുണ്ടോ സാറേ പ്രതി? Pradi has said that yes, he has committed this. The reason he is citing is that he wanted to get rid of this mother. He actually is married and having kids also. So he wanted to get rid of this mother. For this purpose he is saying that he committed this crime. കുട്ടികൾക്ക് പരീക്ഷയായതിനാൽ വിശദമായ മൊഴി പിന്നീട് രേഖപ്പെടുത്തും. 2023 ജൂണിലാണ് പ്രതി പെൺകുട്ടികളെ ആദ്യമായി ശാരീരികമായി ഉപദ്രവിച്ചത്. കൂടുതൽ കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മൂത്ത കുട്ടിയോട് പ്രതി ആവശ്യപ്പെട്ടതായും പറയുന്നു. കുട്ടികളുടെ അമ്മയുടെ ഭാഗം അന്വേഷിച്ച് കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നും പോലീസ് അറിയിച്ചു. ക്ലിയർ വിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും. ജൂലൈ 1 മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ്. നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത്. കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർ വിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്.